സ്വാഗതം സുഹൃത്തുക്കളെ. രാജാവ് എഫിഫോസ് നാലാമൻ്റെ കാലത്ത് ആത്മീകമായി ഉണർന്ന ഇസ്രായേലിൻ്റെ പുതുതലമുറയെ ക്രൂര പീഡനത്താൽ അടിച്ചമർത്തുന്നതും രഹസ്യമായി തങ്ങളുടെ വിശുദ്ധി കാത്തുസൂക്ഷിച്ച ഇസ്രായേൽ മക്കളിലെ ശേഷിച്ച ചുരുക്കം ചില കുടുംബങ്ങൾ പോലും പ്രതികരിക്കുവാൻ അശക്തരായി, ഭയത്താൽ നിശബ്ദരായി, എല്ലാം നോക്കിക്കണ്ടുകൊണ്ട് നിസ്സഹായരായി നിൽക്കുന്നതും കണ്ടുകൊണ്ടാണല്ലോ നാം കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. 90-10 അതവരെ നോക്കി, അവരുടെ കണ്ണുകൾ തുറന്നു. അത് ആടുകളെ വിളിച്ചു. ആട്ടുകൊറ്റന്മാർ അത് കണ്ടു. അവയെല്ലാം അതിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തി. ഇതിൽ പറയുന്ന അതവരെ നോക്കി, അവരുടെ കണ്ണുകൾ തുറന്നു. ആരാണീ അത്? കഴിഞ്ഞ വീഡിയോയിൽ നാം വലിയ കൊമ്പ് മുളച്ച ഒരാടിനെ കണ്ടുവല്ലോ. അതായത് ലോർഡ് ഉണർത്തിയ ഇസ്രായേൽ മക്കളുടെ പഴയ തലമുറയിലെ ഗുരുവനായ മത്താത്തിയാസ്. ഇത് നിശബ്ദരായിപ്പോയ ഇസ്രായേൽ മക്കൾക്ക് മത്തിയാസ് മുഖേന കിട്ടിയ ആത്മീക ഉണർവിൻ്റെ നിമിഷമാണ്. 2 അത് ആടുകളോട് കരഞ്ഞു നിലവിളിച്ചു. മത്തിയാസ് ആടുകളുടെ മുന്നിൽ കരഞ്ഞപേക്ഷിച്ച സംഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാം. രാജാവ് നിയമിച്ച ഉദ്യോഗസ്ഥർ പുതുതായി ജനിക്കുന്ന കുട്ടികളെ പരിച്ഛേദന ചെയ്യിക്കരുത് എന്ന രാജകൽപ്പനയെ ലംഘിച്ച അമ്മമാരെ കൊന്ന് കുട്ടികളെ കെട്ടിത്തൂക്കിയിടുന്നതും ജെറുസലേമിലും മറ്റുള്ള എല്ലാ നഗരങ്ങളിലുമുള്ള വീഥികളിൽ അന്യ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് അതിൻ്റെ മുന്നിൽ യാഗങ്ങൾ അർപ്പിക്കുകയും അതിന് ധൂപങ്ങൾ കത്തിപ്പിച്ച് ആ പുക ഇസ്രായേൽ മക്കളുടെ വീടുകളുടെ കതകുകളിലേക്ക് ഊതിപ്പിക്കുകയും ചെയ്തു എന്ന് കേട്ട മത്തേതിയാസും കുടുംബവും ഇത് കാണുവാൻ ഞങ്ങൾ എന്തിനും ജീവിച്ചിരിക്കുന്നു എന്ന് വിലപിച്ച് ലോർഡിനെ വിളിച്ചിരുന്ന കരയുന്ന സമയമാണ്. രാജാവിൻ്റെ ഉദ്യോഗസ്ഥർ അവരുടെ നഗരത്തിലും എത്തുകയാണ്. വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് ബലിപീഠത്തിൽ ബലി അർപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണവർ. അവിടെ തടിച്ചു കൂടിയവരിൽ മത്തേത്തിയാസും കുടുംബവും ഉണ്ടായിരുന്നു. മത്തേത്തിയാസിനെ കണ്ട ഉദ്യോഗസ്ഥരിൽ പ്രധാനി അദ്ദേഹത്തോട് പറഞ്ഞു, ബഹുമാന്യനായ അദ്ദേഹം തന്നെ അത് നടത്തണമെന്ന്. അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് സ്വർണം, വെള്ളി, ധാരാളം വേറെയും ഉപഹാരങ്ങൾ, രാജാവിൻ്റെ കൂട്ടുകാരൻ എന്ന മാന്യസ്ഥാനം ഇവയൊക്കെയും ഓഫർ ചെയ്തിട്ട് ജെറുസലേമിലും മറ്റുള്ള എല്ലാ നഗരങ്ങളിലുമുള്ള ഇസ്രായേൽ മക്കൾ മുഴുവനും രാജാവിൻ്റെ കൽപ്പന അനുസരിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹത്തെ അറിയിക്കുന്നു. എതിർക്കുന്നവരെ കൊന്നുകളയുകയും തൻ്റെ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യുമെന്നറിഞ്ഞിട്ടും മത്തേത്തിയാസ് ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, ഈ ലോകം മുഴുവൻ മടങ്ങിയാലും ഞങ്ങളുടെ ദൈവത്തിനല്ലാതെ വേറൊരു ദൈവത്തിനെയും ഞാനും എൻ്റെ കുടുംബവും മടങ്ങുകയില്ല. അപ്പോൾ അത് ചെയ്യുവാൻ മുന്നോട്ട് വന്ന ഇസ്രായേൽ ജനതയിൽ തന്നെ ഉള്ള ഒരുവനെ യാഗപീഠത്തിൽ വെച്ച് തന്നെ അദ്ദേഹം കൊന്നു. ഇത് ചെയ്യുവാൻ ഇസ്രായേൽ ജനതയെ നിർബന്ധിച്ചിരുന്ന ഉദ്യോഗസ്ഥരിൽ പ്രധാനിയെയും കൊന്നിട്ട് ആ ബലിപീഠം തകർത്ത് താഴെയിട്ടു. നഗരവീഥികളിലൂടെ ഓടി നടന്ന് തന്നോടൊപ്പം കൂടുവാൻ ആഹ്വാനം ചെയ്തിട്ട് തനിക്കുള്ളതെല്ലാം വിട്ടിട്ട് കുടുംബത്തോടെ മലയിലേക്ക് കയറി തൻ്റെ പ്രവർത്തനം അവിടെ നിന്നും ആരംഭിച്ചു. അങ്ങനെ ആദ്യമായി രാജാവിനെതിരെ ശബ്ദമുയർന്നു. 3 ഒരു വലിയ കൊമ്പ് മുളച്ച ആടിനെ കണ്ട ആട്ടുകൊറ്റന്മാർ എല്ലാം ആ ആടിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തി. മത്താത്തിയാസിൻ്റെ കുടുംബം കൂടാതെ വേറെയും പുരോഹിത വർഗത്തിൽപ്പെട്ട കുടുംബക്കാർ നിശബ്ദരായി തങ്ങളുടെ ലോർഡിനെ മാത്രം വന്ദിച്ചു കൊണ്ടിരുന്നവർ അവിടെയുണ്ടായിരുന്നു. മത്താത്തിയാസിൻ്റെ സാന്നിധ്യം, ധൈര്യം, നേതൃത്വം എന്നിവ അവരുടെ ധൈര്യം, പ്രത്യാശ, വ്യക്തത ഇവയൊക്കെ വീണ്ടെടുക്കുവാനും അവരെ ആത്മീയ നിഷ്ക്രിയത്വത്തിൽ നിന്ന് ഉണർത്തുവാനും ഉതകി. ഒരു കൂട്ടായ ഉണർവായിരുന്നു അത്.
90:11. ഇതിനെല്ലാം പുറമെ ആ കഴുകന്മാരും വൾച്ചേഴ്സും കാക്കകളും പരുന്തുകളും അപ്പോഴും ആടുകളെ കഷണങ്ങളാക്കി കീറി മുറിച്ചു കൊണ്ടിരുന്നു. അവയുടെ മേൽ പറന്ന് നടന്ന് അവയെ വിഴുങ്ങിക്കൊണ്ടിരുന്നു. ആടുകൾ നിശബ്ദമായിരുന്നു. പക്ഷെ ആട്ടുകൊറ്റന്മാർ വിലപിച്ച് നിലവിളിച്ചു. അതായത് പീഡനങ്ങൾ തലമുറകളോളം തുടർന്നുകൊണ്ടേയിരുന്നതായി നമുക്ക് മക്കാബീസ് എന്ന പുസ്തകത്തിൽ കാണാം. രഹസ്യമായി തങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച് അവിടെയുള്ള കുടുംബങ്ങളെ ഒന്നിച്ച് തന്നോടൊപ്പം ചേർക്കുവാനും അവർക്ക് ഉപദേശങ്ങൾ നൽകി ശക്തരാക്കുവാനും നാട്ടിലുടനീളം സ്ഥാപിക്കപ്പെട്ട വിഗ്രഹങ്ങളെല്ലാം തച്ചുടയ്ക്കുവാനും മത്യാസിന് കഴിഞ്ഞു. തൻ്റെ കൂടെ കൂടുവാൻ വന്ന ഒരു കൂട്ടം ആൾക്കാരെ വഴിമധ്യേ അവരുടെ ശബത്ത് ദിനത്തിൽ കൊന്നൊടുക്കി എന്ന് കേട്ട അദ്ദേഹം ഇനിമേൽ ശബത്ത് ദിനമാണെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ തിരികെ പ്രതിരോധിക്കുവാനും ആഹ്വാനം ചെയ്ത് അവരെ പ്രതിരോധത്തിനായി ശക്തിപ്പെടുത്തി. എങ്കിലും ഒരു ശക്തിയുള്ള സേനയോടൊപ്പം വിദേശ ശക്തികൾക്കെതിരെ പൊരുതുവാൻ കഴിഞ്ഞത് തൻ്റെ മരണത്തിന് മുമ്പ് അദ്ദേഹം തന്നെ സേനയുടെ ക്യാപ്റ്റനായി നിർദ്ദേശിച്ച അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പുത്രൻ യൂദയുടെ കാലത്താണ്. മത്യാസിൻ്റെ 5 മക്കളും കൊല്ലപ്പെടുകയായിരുന്നു. ജൂദാസ് ആരാധന പുനഃസ്ഥാപിക്കുകയും ദേവാലയം ശുദ്ധീകരിക്കുകയും ചെയ്തതിന് ശേഷവും യഹൂദിയെ അപകടം വലയം ചെയ്തിരുന്നു. സെല്യൂസിഡ് കമാൻഡന്മാർ ആവർത്തിച്ച് ആക്രമിച്ചു കൊണ്ടിരുന്നു. ചില ഇസ്രായേലിയർ ശത്രുവിൻ്റെ പക്ഷം ചേർന്നു. അന്ത്യോക്കസ് 4 മരണശേഷം അയൽ രാജ്യങ്ങൾ യഹൂദ പട്ടണങ്ങൾ ആക്രമിച്ച് കത്തിച്ചു. പുതിയ രാജാക്കന്മാർ കഠിനഹൃദയരായ സൈന്യാധിപന്മാരെ അയക്കുകയും യഥാർത്ഥ നേതാക്കളെ ഇല്ലാതാക്കുവാൻ വ്യാജ മഹാപുരോഹിതന്മാരെ നിയമിക്കുകയും ചെയ്തു. തോറയെ മുറുകെ പിടിച്ച വിശ്വസ്തർ പുറത്തു നിന്നുള്ള ശത്രുക്കളാലും അതിനുള്ളിലെ തന്നെയുള്ള ആൾക്കാരുടെ വിശ്വാസ വഞ്ചനയായാലും കഷ്ടപ്പെട്ടു. യൂദാസ് കൊല്ലപ്പെട്ടതിന് ശേഷം പോരാട്ടം തുടർന്ന സഹോദരങ്ങളായ ജോനാഥാനും ശിമയോനും കൊല്ലപ്പെട്ടു. കൂടാതെ മറ്റൊരു സഹോദരൻ എലിയാസർ ഏറ്റുമുട്ടലിൽ ആനകളുടെ ചവിട്ടേറ്റ് മരിച്ചിരുന്നു. ശിമയോൻ്റെ കാലത്ത് സ്വാതന്ത്ര്യം നേടുവാൻ കഴിഞ്ഞെങ്കിലും അവർക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അരാജകത്വത്തിലൂടെയും ഭിന്നതയിലൂടെയും എല്ലാ മക്കാബിയൻ സഹോദരന്മാരുടെയും നഷ്ടത്തിലൂടെയും അടുത്ത തലമുറ ജീവിച്ചു. മൃഗ അപ്പോക്കാലിപ്സിൽ 90:11 വിരിക്കുന്നത് പോലെ ആടുകൾ, അതായത് ഇസ്രായേൽ ജനത ഭയന്ന് നിശബ്ദരായിരുന്നു. ആട്ടുകൊറ്റന്മാർ, അതായത് ആ ജനതയുടെ വീണ്ടെടുപ്പിനാൽ ആത്മീക ജ്ഞാനം വീണ്ടെടുത്ത അതാത് കാലങ്ങളിലെ അവരുടെ ആത്മീക നേതാക്കൾ, അവർ അവരുടെ ജനതയുടെ ആത്മീക ശോഷണം കണ്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. 90:12 ആ കാക്കകൾ അതിനോട് യുദ്ധം ചെയ്തു പോരാടി. അതിൻ്റെ കൊമ്പ് എടുത്തു കളയുവാൻ അവർ ആഗ്രഹിച്ചുവെങ്കിലും അതിലവർ വിജയിച്ചില്ല. ഇതിൽ അതിനോട് യുദ്ധം ചെയ്തു പോരാടി. ആരാണീ അത്? ആരുടെ കൊമ്പാണ് അവർ എടുത്തു കളയുവാൻ ആഗ്രഹിച്ചത്? ഇതറിയണമെങ്കിൽ നാം ആദ്യം ബൈബിൾ പ്രതീകാത്മകതയിലും രണ്ടാം ക്ഷേത്ര പ്രതീകാത്മകതയിലും ഒരു കൊമ്പ് അർത്ഥമാക്കുന്നത് എന്ത് എന്നറിയേണ്ടിയിരിക്കുന്നു. ഒന്നാമതായി ശക്തി, അതായത് ബലം, മനഃശക്തി, പ്രവർത്തിക്കുവാനുള്ള കഴിവ്. രണ്ടാമതായി അധികാരം, അതായത് നേതൃത്വം, നിയമസാധ്യത, ദൈവിക നിയമനം. മൂന്നാമതായി വിജയം, ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനുള്ള ശക്തി. നാലാമതായി ദിവ്യ ശാക്തീകരണം, അഥവാ ദൈവം നൽകിയ
ശക്തിയാണത്. ഒരു കൊമ്പ് ഒരിക്കലും മനുഷ്യശക്തി മാത്രമല്ല. അഞ്ചാമതായി പൊതുബഹുമാനം. പൊതുസമൂഹത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണത്. ആറാമതായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവ്, ഒരു ദൗത്യത്തിനായി ദൈവം ഉണർത്തുന്നവൻ. ഇതിൻ്റെ എല്ലാം ബൈബിളിക്കൽ റെഫറൻസ് ഇംഗ്ലീഷ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് റെഫർ ചെയ്യാം. ഈ 12-ാം വാക്യത്തിൽ ശത്രു സൈന്യങ്ങൾ ആക്രമിച്ചതിനോട് യുദ്ധം ചെയ്തു എന്ന് പറയുന്നു. അതിനോട് അത് ആരാണ്? വലിയ കൊമ്പ് മുളച്ച മത്താത്തിയാസോ അതോ മത്താത്തിയാസിൻ്റെ അധികാരത്തിൻ്റെ സജീവ വാഹകനായി നിയമിക്കപ്പെട്ട ജൂദാസോ? യുദ്ധക്കളത്തിൻ്റെ നേതൃത്വമല്ല, മറിച്ച് ആത്മീക ഉണർവുണ്ടാക്കി ഇസ്രായേൽ ജനതയിൽ ഐക്യമുണ്ടാക്കി തോറയ്ക്കെതിരെ പ്രവർത്തിക്കുവാൻ നിർബന്ധിക്കുന്നവർക്കെതിരെ ശബ്ദമുയർത്തുവാൻ അവരെ പ്രാപ്തരാക്കുക. അതായിരുന്നു മത്താത്തിയാസിൻ്റെ ദൗത്യം. യുദ്ധക്കളത്തിൽ അവരെ നയിക്കുക എന്നതായിരുന്നില്ല. ഒരു യുദ്ധവും നേരിട്ട് നയിച്ചിട്ടുമില്ല. യുദ്ധക്കളത്തിൽ അവരെ നയിക്കുക എന്നതായിരുന്നില്ല. ഒരു യുദ്ധവും അദ്ദേഹം നേരിട്ട് നയിച്ചിട്ടുമില്ല. എന്നാൽ ജൂദം മത്താത്തിയാസിൻ്റെ പിൻഗാമി എന്ന അംഗീകാരത്തോടെ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അതറിഞ്ഞ ഉടൻ തന്നെ അവനെ നശിപ്പിക്കുവാനായി ഒന്നിനു പുറകെ ഒന്നായി ആക്രമണങ്ങൾ ഉണ്ടായതായി മക്കാബീസ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ചെറിയ സൈന്യമായിരുന്നിട്ട് പോലും ധൈര്യത്തോടെ ശത്രുവിനെ അവൻ നേരിട്ടു. തുടർച്ചയായി ഒന്നിനു പുറകെ ഒന്നായി യുദ്ധങ്ങൾ നേരിട്ട് അതിൽ വിജയിച്ച് അവനെ നശിപ്പിക്കുവാനുള്ള അവരുടെ എല്ലാ ശ്രമങ്ങളെയും പൊളിച്ചു. ഇതവർക്ക് അവനെ നശിപ്പിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല എന്ന ഈ വാക്യവുമായി നന്നായി യോജിക്കുന്നു. അതിനാൽ സംശയമില്ലാതെ പറയാം, ഈ വാക്യത്തിലെ കൊമ്പ് യൂദയാണെന്ന്. 90:13 ആട്ടിടയന്മാരും കഴുകന്മാരും വൾച്ചേഴ്സും പരുന്തുകളും വന്ന് ആ കാക്കകളോട് ആ ആട്ടുകൊറ്റൻ്റെ കൊമ്പ് കഷണങ്ങളാക്കി പൊട്ടിച്ചു കളയണമെന്ന് നിലവിളിക്കുന്നത് വരെ ഞാൻ അവരെ നോക്കിക്കൊണ്ടിരുന്നു. അവർ പൊരുതി അതിനോട് യുദ്ധം ചെയ്തു. അത് തിരികെ അവയോടും സഹായം എത്തുമെന്ന് കരുതി അത് നിലവിളിച്ചു. ഇതിൽ ആടുകളുടെയും കഴുകന്മാരുടെയും വൾച്ചേഴ്സിൻ്റെയും പരുന്തുകളുടെയും കാക്കകളുടെയും ഒരു ഗ്രൂപ്പിനെ നമുക്ക് കാണാം. ആരാണിവർ? ഇസ്രായേലിന്മേൽ നിയമിക്കപ്പെട്ട അഴിമതിക്കാരായ അന്യദേശ ഭരണാധികാരികൾ, നേതാക്കന്മാർ, രാജാവിൻ്റെ അധികാരികളായ ഓഫീസർമാർ, ഇസ്രായേൽ ജനതയുടെ പുരോഹിത വർഗത്തെ തീർക്കുവാനായി നിയമിക്കപ്പെട്ട കള്ളപ്പുരോഹിതന്മാർ, ഇവരൊക്കെയും ഈ ആട്ടിടയന്മാരിൽ ഉൾപ്പെടുന്നു. കഴുകന്മാർ, വൾച്ചേഴ്സ്, പരുന്തുകൾ, ഇവ പീഡനത്തിൻ്റെ പിന്നിലെ സാമ്രാജ്യ ശക്തികളാണ്. കൂടുതൽ ശക്തരും കൂടുതൽ കൊള്ളയടിക്കുന്നതുമായ വിദേശ ശക്തികൾ. ഉടനടി പീഡിപ്പിക്കുന്നവരാണ് കാക്കകൾ. അതിനാൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് ആ കൊമ്പ് നശിപ്പിക്കുവാൻ കാക്കകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതെന്താണ് കാണിക്കുന്നത്? ശത്രുക്കളുടെ ഒരു സഖ്യം രൂപപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയവും സൈനികവുമായ സമ്മർദ്ദം, സ്വന്തം നേതാക്കൾക്കിടയിലെ ആത്മീക അഴിമതി, ഉയർന്നു വരുന്ന വിമോചകനെതിരെ ഐക്യപ്പെട്ട ശത്രുക്കളുടെ ഒരു ശൃംഖലയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അത് തിരികെ അവയോടും പോരാടി സഹായം എത്തുമെന്ന് കരുതി അത് നിലവിളിച്ചു. അതായത് ജൂദ നിലവിളിച്ചു. പ്രതീകാത്മകമായി ഇത് പ്രാർത്ഥന, ദൈവത്തോടുള്ള അപേക്ഷ, ദിവ്യ ഇടപെടലിനുള്ള ആത്യന്തികമായ ആവശ്യം,
മനുഷ്യശക്തിയുടെ പരിമിതികൾ ഇവയെ കാണിക്കുന്നു. സൈനിക വൈദഗ്ധ്യത്തിൽ നിന്ന് മാത്രമല്ല വിജയം വരുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. സംഖ്യയിൽ വളരെ കുറവായിരുന്നതിനാൽ കൂടെയുള്ളവർ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. എങ്കിലും ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ ജൂദ തൻ്റെ കൂടെയുള്ളവരെ ശക്തിപ്പെടുത്തുന്നത് മക്കാബീസ് ബുക്കിലുണ്ട്. ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തെ വിളിച്ചു കരഞ്ഞാൽ ദൈവിക ഇടപെടൽ തീർച്ചയായും ഉണ്ടാകും എന്നിത് കാണിക്കുന്നു. ആടുകൾ, ഇടയന്മാർ, മൃഗങ്ങൾ എന്നിവയിലൂടെ സ്വർഗം ഇസ്രായേലിൻ്റെ വരുവാനിരിക്കുന്ന ചരിത്രം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വെളിപ്പെടുത്തുമ്പോൾ 90, 10 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്കൊരു പാറ്റേൺ കാണാം. 1. ദുഷ്ട ഇടയന്മാരുടെ കീഴിൽ മനുഷ്യർക്ക് കഷ്ടപ്പാടുകൾ. 2. കാവൽക്കാരിലൂടെയുള്ള ദിവ്യ മേൽനോട്ടം. 3. മറഞ്ഞിരിക്കുന്ന വഴികളിൽ സംരക്ഷിക്കപ്പെട്ട സുരക്ഷിത ശേഷിപ്പ്. 4. കുഴപ്പങ്ങളിൽ പോലും ദൈവം തൻ്റെ ജനത്തിൽ നിന്ന് തൻ്റെ മേൽനോട്ടം ഒരിക്കലും പിൻവലിച്ചിട്ടില്ലെന്ന് ദർശനം കാണിച്ചു തരുന്നു. അടുത്തതായി വരുന്നത് ന്യായവിധി ദൈവത്തിൻ്റെ സ്വന്തം ആട്ടിൻകൂട്ടത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നശിപ്പിക്കാനല്ല, അവരെ ശുദ്ധീകരിക്കുവാൻ. 2. അടിച്ചമർത്തലും കഷ്ടപ്പാടും ഒരിക്കലും അവസാന വാക്കല്ല, അവ ദൈവിക ഇടപെടലിനുള്ള വേദിയായി മാറുന്നു. 3. വിശ്വസ്തരായ നേതാക്കളുടെ ഉദയം ദൈവത്തിൻ്റെ വികസിച്ചു കൊണ്ടിരിക്കുന്ന പുനഃസ്ഥാപന പദ്ധതിയെ സൂചിപ്പിക്കുന്നു. ഈ അധ്യായങ്ങൾ തകർച്ചയിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള ഒരു പാലമായി മാറുന്നു. വരാനിരിക്കുന്ന നാടകീയമായ വഴിത്തിരിവിന് നമ്മെ ഒരുക്കുന്നു. ഇത് നിങ്ങളുടെ ബൈബിൾ പഠനത്തിന് സഹായകരമെങ്കിൽ, ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാത്ത ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുവെങ്കിൽ അതറിയിക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും വിമുഖത കാണിക്കരുത്. അതെനിക്കൊരു പ്രോത്സാഹനമാണ്. അതുപോലെ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്നത് അമർത്തിയാൽ മാത്രമേ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്താൽ ഉടൻ കിട്ടുകയുള്ളൂ. എന്നോടുകൂടി ഇതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. Thank you.